ഇപ്പൊ മാറി വരുന്നുണ്ട്. എന്നാലും ആ കൈനോട്ടക്കാരൻ പറഞ്ഞത് ശരിയായിക്കണല്ലേ. ആൾ ആദ്യം പറഞ്ഞത് തന്നെ ഇതായിട്ടാണ്, ഒന്ന് സൂക്ഷിച്ചോളോ, എന്തോ ഒരു ആപത്ത് വരാൻ ഇപ്പുണ്ടെന്നൊക്കെ പറയണ്ടായി. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്കിത് പറ്റിയത്. പിന്നെ എന്തായിരുന്നു, കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് ഇങ്ങനെ എന്താ കൊറേ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്നൊക്കെ പറയണ്ടായി. ശരിയാണ്. അതേപോലെ തന്നെ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്, അത് വെച്ചിട്ടും നമുക്ക് ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ വരാം, അങ്ങനെയും പറഞ്ഞു. ഈ ഇടയ്ക്ക് എന്റെ ഹോറോസ്കോപ്പ് നോക്കുമ്പോഴും ഇങ്ങനെയൊക്കെ കൊറേ കാണിക്കണ്ടായിരുന്നു. ആദ്യം എന്താ കണ്ടേ, ലൈഫിൽ കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും പറയണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ സെൽഫ് ക്രിട്ടിക്കൽ ആണ്, പിന്നെ വേണ്ടാണ്ട് ടെൻഷൻ അടിക്കുക, അതൊക്കെ ഒരു കണക്കിന് നോക്കുമ്പോ ശരിയാന്ന് തോന്നുന്നു. എന്റെ ആലോചന ഈയിടെയായിട്ട് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. കൂടുന്നുണ്ട്. പിന്നെന്താ, അൺടാപ്ഡ് പൊട്ടൻഷ്യൽ, ഞാൻ കുറെ കഴിവുകൾ ഇനിയും പുറത്തേക്ക് എടുക്കാനുണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ അതുണ്ടാവുമല്ലോ. നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഞാൻ യൂട്യൂബിലെ നമ്മുടെ പേഴ്സണൽ ടെസ്റ്റ് ഒക്കെ അല്ലേ, അത് ചെയ്ത് നോക്കിയപ്പോ ചില പിക്ചേഴ്സ്, നിറങ്ങള്, കളേഴ്സ് ഒക്കെ വരുന്നത് ചെയ്ത് നോക്കുമ്പോ എനിക്കും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തോന്നി. ഞാനിങ്ങനെ എന്താ വെച്ചാല് ഞാനിങ്ങനെ എക്സ്ട്രോവേർട്ട് ആണ്, പിന്നെ ചില സമയത്ത് ഇൻട്രോവേർട്ട് ആയിരിക്കും, പിന്നെ ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ട്, പിന്നെ എന്താ വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതില് എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ എനിക്കിങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തു. എന്നാലും ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇങ്ങനെ റിയൽ ആയിട്ട് നമ്മളെ മനസ്സിൽ തന്നെ പറയുന്നത്? മുഖലക്ഷണമെന്ന് പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. അങ്ങനെ നാളെ ഏതാ പൂണാർത്ഥം തുടരുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു 2 അഞ്ച്. മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. മനുഷ്യന്റെ മനസ്സ് എന്നും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നാണ്. അതിനുള്ളിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും അതിനുള്ളിൽ അറിയാതെ കിടക്കുന്ന കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാനും അറിയാനും എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ മറ്റുള്ളവർ നമുക്ക് വിവരിച്ചു തരുന്നതും മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നതുമൊക്കെ മനുഷ്യൻ ഒരുപാട് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത്? പലപ്പോഴും മനസ്സ് വായിക്കുക എന്ന് പറയുന്നത്, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല യൂട്യൂബ് വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് കണ്ടെത്താം, ഈ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഉള്ളിലുള്ള യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മൾ ചില ഹോറോസ്കോപ്പുകൾ കാണുമ്പോൾ നമ്മൾ ഡെയിലി നോക്കുന്നു ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ബീച്ചിലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പം നമ്മളെ പറ്റിയുള്ള മറ്റുള്ള ആളുകൾ ഒരു പക്ഷി ഒരു കാർഡ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയുക, ആ പറയുന്നതൊക്കെ ശരിയാവുക, അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുന്നത്? മനുഷ്യന്റെ ഈ ഒരു ടെൻഡൻസിയെ, മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അറിയാനുള്ള കഴിവിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മേഖലകൾ നമുക്ക് ചുറ്റുണ്ട്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ, എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത് എന്നതാണ് ഈ ഒരു ലേണോൾ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ലേണോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൈക്കോളജി പഠിക്കുന്ന നമ്മൾ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്താണ്, ഇല്ലെങ്കിൽ കണ്ണിൽ നോക്കി ഞാൻ എന്താണ് വിചാരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്നതായിരിക്കും. അങ്ങനെ വെറുതെ കണ്ണിൽ നോക്കിക്കൊണ്ട് മാത്രം ഒരാളുടെ സ്വഭാവമോ ഇല്ലെങ്കിൽ ഭാവിയോ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ പറയുന്ന നമ്മൾ തന്നെ നമ്മളെ തന്നെ അറിയാനും നമ്മുടെ ഭാവിയെ പറ്റി അറിയാനും പല ഓൺലൈൻ പേഴ്സണാലിറ്റി ടെസ്റ്റുകളിലെയും അതുപോലെ പക്ഷിശാസ്ത്രം, കൈനോട്ടം, ഡെയിലി ഹോറോസ്കോപ്പ്, ഫോർച്യൂൺ ടെല്ലേഴ്സ് എന്നിവയിലൊക്കെ ചെന്നെത്തിപ്പെടാറുണ്ട്. അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നടന്നിട്ടുമുണ്ട്.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നുള്ളത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിന്റെ പിന്നിലെ സയന്റിഫിക് എക്സ്പ്ലനേഷനെയാണ് ബാർനം ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ബാർനം ഇഫക്റ്റ്? ചരിത്രം അഥവാ ഹിസ്റ്ററി. നമ്മുടെ ലോകത്തിൽ ഏതൊരു കാര്യം എടുത്താലും അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് അല്ല? അതേപോലെ തന്നെ ബാർനം ഇഫക്റ്റിനുമുണ്ട് ഒരു ചരിത്രം. പണ്ട് കാലങ്ങളിൽ വളരെയധികം അറിയപ്പെട്ടിരുന്ന ഒരു ഷോമാൻ ഉണ്ടായിരുന്നു, അഥവാ സ്റ്റേജ് പെർഫോമർ എന്നൊക്കെ നമുക്ക് പറയാം, P.T. ബാർനം. അയാളുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ ബാർനം ഇഫക്റ്റ്. The term Barnum effect was coined by psychologist Paul Meehl. P.T. Barnum once quoted, "A sucker is born every minute." ഈ ഒരു ഇഫക്റ്റിൽ സയന്റിഫിക് ആയിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്തത് ഫോറർ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ബാർനം ഇഫക്റ്റിനെ ഫോറർ ഇഫക്റ്റ് എന്നും പറയുന്നു. മനുഷ്യന്റെ പൊതുവെയുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾക്ക് ലഭിക്കുന്ന ജനറൽ ആയിട്ടുള്ള വേഗ് ആയിട്ടുള്ള ചില സെന്റൻസുകളെ, ചില സ്റ്റേറ്റ്മെന്റുകളെ നമ്മളെ പേഴ്സണൽ ആക്കി എടുക്കാനുള്ള ടെൻഡൻസി. ഇതാണ് യഥാർത്ഥത്തിൽ ബാർനം എഫക്റ്റ്. അഥവാ നമ്മളോട് ഒരാൾ പറയുകയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് തന്നെയുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ടെൻഡൻസി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളോട് ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടാത്ത ഒരുപാട് കഴിവുകൾ ഉള്ളിൽ ഉറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നത് ശരിയാണല്ലേ, ഇത് എന്നെ സംബന്ധിച്ച് വളരെ ശരിയാണ്. മറ്റൊരു ആൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ആലോചിക്കാറുണ്ട്, ഞാൻ എടുക്കുന്ന തീരുമാനം ശരി തന്നെയാണോ തെറ്റായി പോവുമോ എന്നുള്ളത്. ഇതും നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ശരിയായിരിക്കും. ഈ തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അഥവാ ഈ സ്റ്റേറ്റ്മെന്റുകൾക്ക് പറയുന്ന പേരാണ് ബാർനം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബാർനം സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റേറ്റ്മെന്റുകൾ യഥാർത്ഥത്തിൽ വളരെ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. അഥവാ ലോകത്ത് ഒട്ടുമിക്ക ആളുകൾക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. പക്ഷേ മനുഷ്യന്റെ ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മളെ പേഴ്സണലാക്കി, നമ്മളെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആക്കി എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളെ ഉള്ളിലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ബാർനം എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ മോന്റെ ഭൂതം പറയാം. കഴിഞ്ഞ മഴക്കാലത്ത് മോന് ജലദോഷപ്പനി പിടിച്ചിട്ട് ഒരു ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല, ശരിയല്ലേ? കലക്കി ചേട്ടാ, ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് വളരെ കറക്റ്റാ. ഈ ബാർനം എഫക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്തതാണ് ആക്സെപ്റ്റൻസ് ഫിനോമിന. അഥവാ മനുഷ്യനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മളെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ, അത് നമ്മൾ ഏത് രീതിയിലുള്ളതാണെങ്കിലും ഉൾക്കൊള്ളാനുള്ള ടെൻഡൻസി. അഥവാ നമ്മളോട് ഒരാൾ പറയുകയാണെന്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ്, ഏതാണെന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള ഒരു ടെൻഡൻസി. രണ്ടാമത്തതാണ് പോളിയാന പ്രിൻസിപ്പിൾ. അഥവാ നമുക്ക് ലഭിക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കുകളെക്കാൾ നമ്മൾ അതിൽ നിന്നുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകളെ ഫിൽട്ടർ ചെയ്യാനും അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. ഈ 2 പ്രിൻസിപ്പിളുകളാണ് നമ്മുടെ ബാർനം എഫക്റ്റിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. നീട്ടോ, ഒരുപാട് കാലം പഠിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതെനിക്കും അറിയാം. ഇപ്പൊ തന്നെ ഓരോ ക്ലാസ്സിലും ഒരുപാട് കാലം ഇരുന്നിട്ടാ ഒന്ന് പാസ്സാവുന്നേ. ഈ ക്ലാസ്സിൽ ഞാൻ എത്ര കൊല്ലം ഇരിക്കും എന്ന് കൃത്യമായി പറഞ്ഞു തന്നാ വലിയ ഉപകാരമായിരിക്കും ചോദിച്ചരേ. നമ്മുടെ ഈ ബാർനം സ്റ്റേറ്റ്മെന്റ്സുകൾ സ്വീകാര്യത കൂട്ടാൻ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് പേഴ്സണലൈസേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് the subject believes that the analysis only applies to him or her. ഉദാഹരണത്തിന്, നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് സോഡിയക് സൈൻ ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്. അതിൽ പറയുന്ന ഡിസ്ക്രിപ്ഷൻ അത് നമ്മളെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ആദ്യത്തെ ഘടകം. രണ്ടാമത്തേത് the subject believes in the authority of evaluator. ആരാണ് ഇത് പറയുന്നത്, ആ ആളുടെ സ്റ്റേറ്റസ്, അതുപോലെ ആളോടുള്ള നമ്മുടെ വിശ്വാസം, റെസ്പെക്ട്, ഇതൊക്കെ നമ്മുടെ ആ ഒരു വിശ്വാസ്യതയെ കൂട്ടുന്നു. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് the analysis list mainly consists of positive traits. നമ്മളുടെ ഈ സോഡിയക് സൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ കൂടുതലായിട്ടും നമ്മളെ പറ്റിയുള്ള പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിനെല്ലാം കവർ ചെയ്യുന്ന തരത്തിലും പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മുടെ പറയുന്ന കാര്യങ്ങളുടെ വിശ്വാസ്യതയെ കൂട്ടുന്നു.
I guess that's enough talk. അല്ലേ? സംസാരം മാത്രമായ ആകെ ബോറാം. So quickly take out your books and pens because we are going to do something fun. On screen in front of you 12 statements വരാൻ പോവുകയാണ്. അത് സൂക്ഷിച്ച് വായിച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ചൂസ് ചെയ്യുക. അതായത് യെസ് ഓർ നോ, 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. വിച്ച് ഇസ് മോർ ട്രൂ ടു യു, അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. 1. You have a strong need for other people to like you and for them to admire you. 2. You have a great deal of untapped potential. 3. Some of your goals and aspirations tend to be pretty unrealistic. 4. At times, you're extroverted, affable, social, while at other times, you are introverted, wary, and reserved. 5. You have found it unwise to be too frank in revealing your thoughts and emotions to others. 6. Middle school was an especially awkward time for you. 7. You strive for security in your life, both in your personal life and in your career. 8. You are an independent thinker. 9. You are generally very nice, but when someone breaks your trust, you feel a deep sense of injustice that you have difficulty letting go of. You are a daydreamer. Oftentimes, you find yourself turning out of conversations because your mind is elsewhere. 11. You often have great ideas, but you just never have the motivation to follow throughout. 12. You would rather mediate between 2 arguing parties rather than take a side and fight. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി 12 സ്റ്റേറ്റ്മെന്റ്സിലും എത്ര നിങ്ങൾക്ക് യെസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. കൂടുതലും യെസ് ആവാനാണ് സാധ്യത. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 70-75% ആൾക്കാർക്ക് ഒരേപോലെ ആയിരിക്കും ഇതിന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടാവുക. ഈ ഒരു ടെക്നിക്കാണ് പൊതുവെ ഹോറോസ്കോപ്സ് അല്ലെങ്കിൽ ആസ്ട്രോളജേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ എന്തൊരു കാര്യം എടുത്താലും ഇതാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഈ ഒരു ടെക്നിക്ക്, അതായത് മാർണം. ഈ കഴിവെന്നൊക്കെ പറയണത് നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ. അതിപ്പോ എനിക്കായാലും തനിക്കായാലും ഒക്കെ കുറെ ഉപയോഗിക്കാത്ത കഴിവുകളൊക്കെ ഉണ്ടാവും. പിന്നെ ആലോചിച്ചു നോക്ക്, ഇപ്പോ ഞാൻ സംസാരിക്കുന്ന ആളാണ്, താനും സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇപ്പൊ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇടയ്ക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് വേണം. അപ്പൊ കുറച്ചു നേരം വീട്ടിലും മിണ്ടാണ്ടിരിക്കും. അങ്ങനെയാകുമ്പോ നമ്മളെല്ലാവരും ഒരു പരിധി വരെ എക്സ്ട്രോവേർട്ടഡ് ആണ്, അതേപോലെ ഇൻട്രോവേർട്ടഡ് ആണ്. പിന്നെ ഈ അപകടം എന്നൊക്കെ പറയുമ്പോ ഏതൊരു മനുഷ്യൻ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ. അതിപ്പോ എനിക്കായാലും തനിക്കായാലും ആർക്കായാലും. അപ്പൊ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ബാധകല്ലേ, ഒരാൾക്ക് മാത്രമാണോ? എന്താല്ലേ?